കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണൽ നടക്കുന്നത് മെയ് 4-ാം തീയതിയാണ്. ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള സർവേ ഫലങ്ങളും മാധ്യമ വിലയിരുത്തലുകളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളുമെല്ലാം സൂചിപ്പിക്കുന്നത് UDF വളരെ ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ ഒരു പതിറ്റാണ്ട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് തിരികെ എത്തും എന്ന് തന്നെയാണ്. UDF അധികാരത്തിലെത്തിയാൽ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിൽ നിന്ന് തന്നെയാവും പുതിയ സർക്കാരിന് മുഖ്യമന്ത്രി ഉണ്ടാകുക എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ കോൺഗ്രസിൽ നിന്ന് ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പാർട്ടി നേതാക്കൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് 3 നേതാക്കളുടെ പേരാണ് മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉയർത്തിക്കാട്ടപ്പെടുന്നത്. AICC സംഘടനാകാര്യ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായിട്ടുള്ള VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ ആഭ്യന്തരമന്ത്രിയും KPCC പ്രസിഡന്റുമായിട്ടുള്ള രമേശ് ചെന്നിത്തല എന്നീ 3 പേരുടെ പേരുകളാണ് പ്രധാനമായും മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉയർത്തിക്കാട്ടപ്പെടുന്നത്. ഇവരെ കൂടാതെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും KPCC അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനുമായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള K കരുണാകരൻ്റെ മകനായിട്ടുള്ള K മുരളീധരൻ എന്നീ നേതാക്കൾ പോലും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുവാൻ യോഗ്യരാണ്. ഇതൊക്കെയാണെങ്കിലും ഈ 3 പേരുകാരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇതിൽ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തേണ്ടത് എന്ന ചോദ്യം ഉയരുമ്പോൾ ഈ 3 പേരും ഒരുപോലെ ഈ പദവിയിൽ എത്തുവാൻ അർഹതയുള്ളവരാണെന്നും ഈ പദവി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കാര്യപ്രാപ്തിയുള്ളവരാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. KC വേണുഗോപാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃനിരയുടെ ഭാഗമായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ദേശീയ തലത്തിലെ പ്രതിപക്ഷ നീക്കങ്ങളുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി കൂടി KC വേണുഗോപാൽ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലും കേന്ദ്രത്തിലും മന്ത്രി എന്ന നിലയിലുള്ള ഭരണപരിചയവും ദീർഘകാലം MLA ആയും MP ആയും സേവനമനുഷ്ഠിച്ചതിൻ്റെ ജനസേവന പാരമ്പര്യവുമുള്ള നേതാവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് KSU സംഘടനകളുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലുള്ള സംഘടനാ പാഠവും KC വേണുഗോപാലിനുണ്ട്. അചഞ്ചലമായ കോൺഗ്രസ് കൂറാണ് KC വേണുഗോപാലിൻ്റെ ഏറ്റവും വലിയ കൈക്കരുത്ത് എന്നതുകൂടി നാം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. എന്നിരുന്നാൽ പോലും KC വേണുഗോപാലിനെ ഈ പദവിയിലേക്ക് പരിഗണിക്കുമ്പോൾ ചില അനൗചിത്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന വസ്തുതയും നാം കാണാതെ പോകരുത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പിടി കോൺഗ്രസ് MPമാർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുവാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുമുള്ള തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയ വേളയിൽ പോലും കടുത്ത സമ്മർദ്ദങ്ങളാണ് കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വത്തിനു മുമ്പിൽ UDF കൺവീനറായിട്ടുള്ള MP അടൂർ പ്രകാശും അതുപോലെ മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള കണ്ണൂർ MP K സുധാകരനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ MPമാർ മത്സരിക്കേണ്ട എന്ന കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുവാൻ കഴിഞ്ഞത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വലിയൊരു വിജയമായി തന്നെ ആ ഘട്ടത്തിൽ ആഘോഷിക്കപ്പെട്ട വിഷയമാണ്. ഇത്തരമൊരു തീരുമാനം എടുത്തതിന് ശേഷം പാർട്ടിയും മുന്നണിയും അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ മറ്റൊരു MPയെ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കി മുഖ്യമന്ത്രി പദവിയിലേക്ക് അവരോധിക്കുന്നതിൽ ചില അനൗചിത്യങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് KC വേണുഗോപാലിന് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുവാനുള്ള ഏറ്റവും വലിയ വിഘാതം. അതുപോലെ തന്നെ കേരളത്തിലും കേന്ദ്രത്തിലും മന്ത്രിയായും ജനപ്രതിനിധിയായും ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഏറെക്കാലമായി ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി അണിയറ നീക്കങ്ങളുടെ ചുക്കാൻ പിടിച്ച നേതാവെന്ന നിലയിൽ KC വേണുഗോപാൽ കർട്ടന് പിന്നിൽ നിന്ന് കളിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പബ്ലിക് സജീവമായ കേരളത്തിലെ കോൺഗ്രസ് നേതൃനിരയുടെ ഭാഗമായി അദ്ദേഹത്തെ നോക്കിക്കാണുന്നില്ല. അണികൾക്കിടയിൽ എത്രമാത്രം സ്വീകാര്യതയുണ്ടെങ്കിലും മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒരു വ്യക്തി ഉയർത്തിക്കാട്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും വലിയ സ്വീകാര്യത ലഭിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ KC വേണുഗോപാൽ അല്പം വീക്കാണ് എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടി വരും. ഇനി രണ്ടാമതുള്ളത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം K കരുണാകരൻ, മകൻ മുരളീധരൻ എന്നിവർ കോൺഗ്രസ് പാർട്ടി വിട്ട് അല്ലെങ്കിൽ പാർട്ടി പിളർത്തിക്കൊണ്ട് DIC എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ രക്ഷകനായി കേരളത്തിൽ കോൺഗ്രസിൽ I ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ പാർട്ടിക്കുള്ളിൽ പിടിച്ചു നിർത്തുവാനായി ദേശീയ നേതൃത്വത്തിൽ നിന്ന് കേരളത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു പതിറ്റാണ്ട് കാലം സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച രമേശ് ചെന്നിത്തല 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ 2ാം പകുതിയിൽ ആഭ്യന്തരമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വളരെ ഫലപ്രദമായി പ്രതിപക്ഷ നേതാവെന്ന നിലയിലും അദ്ദേഹം മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇത്തരത്തിൽ മികവോടെ പ്രവർത്തിച്ചു എങ്കിൽ പോലും കോവിഡ് ഉൾപ്പെടെയുള്ള അടിയന്തര അപൂർവ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മുന്നണിയെയും പാർട്ടിയെയും ഒരു വിജയത്തിലേക്ക് എത്തിക്കുവാനോ ഭരണത്തിലേക്ക് എത്തിക്കുവാനോ സാധിക്കാത്ത പശ്ചാത്തലത്തിലാണ് 2021 രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടത്. അർഹമായ ഒരവസരം രമേശിന് കൊടുക്കണം എന്ന വാദമുഖം അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ സജീവമായി ഉയർത്തിക്കാട്ടുന്നുണ്ട്.
എന്നാൽ പോലും കാലഹരണപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ, പൊതുജനങ്ങൾക്ക് അത്ര സ്വീകാര്യനല്ലാത്ത ഒരു നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ഒരു പരിഹാസ കഥാപാത്രമായി ഒരു വിഭാഗം ആളുകൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലിയിൽ രാഷ്ട്രീയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തുവാൻ, മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുവാൻ രമേശ് ചെന്നിത്തല നടത്തുന്ന നീക്കങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ പോരായ്മയല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയ ഉപദേശം നൽകുന്നവരുടെ പോരായ്മയാണ്. തൻ്റെ രാഷ്ട്രീയ ജീവചരിത്രം വിശദീകരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളിലടക്കം രമേശ് ചെന്നിത്തല നൽകിയ പരസ്യവും അദ്ദേഹം ഈ പദവിയിലേക്ക് എത്തുന്നതിന് ആക്രാന്തം പിടിച്ചിരിക്കുകയാണ് എന്നൊരു പ്രതിച്ഛായ ജനങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോഴും രമേശ് ചെന്നിത്തല എന്ന നേതാവിൻ്റെ നേതൃപാടവത്തെക്കുറിച്ചും പാർട്ടി കൂറിനെക്കുറിച്ചും ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ സംശയം ഉന്നയിക്കുവാൻ പാടില്ല. AICC വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ശശി തരൂർ നിയോഗിതനായപ്പോൾ സ്ഥിരാംഗമെന്ന നിലയിലുള്ള തൻ്റെ അവസരം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ പോലും തൻ്റെ വിഷമം പലപ്പോഴും പ്രകടിപ്പിച്ചു എന്നതല്ലാതെ പാർട്ടി നേതൃത്വത്തെ ഒരു ഘട്ടത്തിൽ പോലും വെല്ലുവിളിക്കുവാൻ രമേശ് ചെന്നിത്തല തയ്യാറായിട്ടില്ല. ഗാന്ധി കുടുംബത്തോടും കോൺഗ്രസ് പ്രസ്ഥാനത്തോടും അചഞ്ചലമായ കൂറു പുലർത്തുന്ന രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു നേതാവാണ്. അതുപോലെ തന്നെ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ദീർഘകാലം MP എന്ന നിലയിലും തൻ്റെ മികവ് തെളിയിച്ചിട്ടുള്ള നേതാവാണ്. ഇതിനെല്ലാം ഉപരിയായി KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നുകൊണ്ട് മെയ് വഴക്കത്തോടുകൂടി പാർട്ടിയെ നയിക്കുകയും പാർട്ടിയെ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കുവാൻ 2011 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്തിട്ടുള്ള നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. അങ്ങനെ നോക്കുമ്പോൾ ഭരണപരിചയവും നേതൃപാഠവും പാർട്ടി കൂറുമെല്ലാമുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് ഈ പദവിക്ക് അർഹതയുണ്ടോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. തീർച്ചയായും ഈ പദവിയിലേക്ക് യോഗ്യരായിട്ടുള്ള പേരുകാരിൽ ഒന്നാം പേരുകാരൻ തന്നെയാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിലും തർക്കമില്ല. മൂന്നാമതായിട്ടുള്ളത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ്. കഴിഞ്ഞ 5 വർഷക്കാലം UDFൻ്റെയും നിയമസഭയിലെ പ്രതിപക്ഷ നിരയുടെയും പോർമുഖങ്ങളുടെ കുന്തമുന തന്നെയായിരുന്നു VD സതീശൻ. VD സതീശൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ നിശ്ചയിച്ചിടത്താണ് പലപ്പോഴും ഉപതെരഞ്ഞെടുപ്പുകളിലും പൊതു തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ അജണ്ട നിർണ്ണയിക്കപ്പെട്ടത് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മികവിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതുപോലെ പാർലമെൻ്ററി പ്രൊസീജിയറുകളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ വളരെ മികച്ച ഒരു കരിയർ പടുത്തുയർത്തിയിട്ടുള്ളതിനാൽ നിയമവശങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള, ഭാവി കേരളത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാമെന്നും കേരളത്തിൻ്റെ ഖജനാവ് എങ്ങനെ പണം കൊണ്ടുവന്ന് നിറയ്ക്കാമെന്നുമുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പങ്കുവച്ചിട്ടുള്ള, വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നിലപാടിൻ്റെ രാജകുമാരൻ എന്ന പ്രതിച്ഛായ ആർജിച്ചെടുത്തിട്ടുള്ള VD സതീശൻ എന്ന നേതാവ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തണമെന്ന് കേരളത്തിലെ പൊതുസമൂഹം വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യാശയോടുകൂടി കേരളത്തിൻ്റെ ഒരു തിരിച്ചുവരവ് സ്വപ്നം കാണുന്ന ഇവർക്കുള്ള പ്രതീക്ഷയുടെ പ്രതിബിംബമാണ് VD സതീശൻ എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള ആശയങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളും തന്നെയാണ് ഇത്തരമൊരു പ്രതിച്ഛായ അദ്ദേഹത്തിന് സമ്മാനിച്ചത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് നിയമസഭാ സാമാജികരുടെ, അതായത് MLA-മാരുടെ അഭിപ്രായം തേടുകയോ ആർക്ക് പിന്തുണ നൽകുന്നു എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി തലയെണ്ണുകയോ ചെയ്താൽ VD സതീശനെ പിന്തുണയ്ക്കുന്നവർ ന്യൂനപക്ഷമായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. പൊതുജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ ദുർബലനായി പോകുന്ന ഒരു വ്യക്തിയാണ് VD സതീശൻ എന്ന് അതിനാൽ തന്നെ നമുക്ക് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ VD സതീശനെ CPM-ലെ ഏതെങ്കിലും ഒരു നേതാവുമായി ഈ ഘട്ടത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ താരതമ്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് VS അച്യുതാനന്ദനോടാണ്. കാരണം പാർട്ടിക്കുള്ളിൽ ദുർബലനായിരിക്കുമ്പോഴും പൊതുജനങ്ങളുടെ പിന്തുണയുടെ ആനുകൂല്യത്തിലാണ് VS തൻ്റെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതേ ശൈലിയിൽ തന്നെയായിരിക്കും സതീശൻ്റെയും മുന്നോട്ട് പോക്ക് എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമാകുന്നത് ഘടകകക്ഷികളുടെ പിന്തുണ ആർക്കായിരിക്കും ലഭിക്കുക എന്ന വിഷയമാണ്. പ്രധാനമായും 2 ഘടകകക്ഷികളുടെ അഭിപ്രായത്തിനായിരിക്കും ഇവിടെ പ്രാമുഖ്യം ലഭിക്കുക. അതിലൊന്നാമത്തേത് മുസ്ലിം ലീഗും രണ്ടാമത്തേത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമാണ്. മറ്റുള്ള ഘടകകക്ഷികളെല്ലാം ചെറു ഘടകകക്ഷികളാണ്. അതിനാൽ തന്നെ അവരുടെ അഭിപ്രായത്തിന് എത്രമാത്രം പ്രാധാന്യം ഈ വിഷയത്തിൽ ലഭിക്കും എന്ന കാര്യം കണ്ടറിയേണ്ടതുണ്ട്. പൊതുവിൽ VD സതീശൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ ശൈലിയെക്കുറിച്ച് ഘടകകക്ഷികൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരസ്യമായ വിഴുപ്പലക്കലിലേക്ക് എത്തിയില്ല എങ്കിൽ കൂടി കഴിഞ്ഞ 5 വർഷക്കാലവും നിലനിന്നിരുന്നു. ഏറ്റവും ഒടുവിലായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും ഇത് വളരെ വ്യക്തമായി പുറത്തു വന്നിട്ടുള്ളതാണ്. എന്നിരുന്നാലും ജനഹിതമനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രതികരിക്കുമ്പോൾ ഇത് കൃത്യമായും
വി ഡി സതീശനുള്ള പിന്തുണയായിട്ടാണ് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പിൻ്റെ പിന്തുണയും ഈ വിഷയത്തിൽ വി ഡി സതീശന് ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് രമേശ് ചെന്നിത്തലയുടെയും കെ സി വേണുഗോപാലിൻ്റെയും പോരായ്മ കൊണ്ടല്ല, നേരെ മറിച്ച് ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് എന്ന വസ്തുതയും നാം മനസ്സിലാക്കാതെ പോകരുത്. അതായത് പിണറായി വിജയനെ തൂത്തെറിഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് UDF തിരികെ എത്തുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ എന്ന നേതാവിനെയാണ്. മുഖ്യമന്ത്രി പദവിയിലേക്ക് വി ഡി സതീശൻ എത്തണമെന്ന് അവർ ആഗ്രഹിക്കുവാൻ കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലത്തും സംസ്ഥാന രാഷ്ട്രീയത്തിൽ UDFൻ്റെ നേതൃമുഖമായി അചഞ്ചലനായി നിലകൊണ്ട വ്യക്തിത്വം എന്ന നിലയിൽ വി ഡി സതീശന് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ്. ഇത് രമേശ് ചെന്നിത്തലയ്ക്കും കെ സി വേണുഗോപാലിനും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ പദവികളിലേക്ക് അവർ ഈ ഘട്ടത്തിൽ വി ഡി സതീശനെ മറികടന്നുകൊണ്ട് എത്തിച്ചേരുവാൻ ശ്രമിച്ചാൽ, ആ ശ്രമങ്ങൾക്ക് തടയിടുവാൻ പരസ്യ പ്രതിഷേധവുമായി വി ഡി സതീശൻ രംഗത്തെത്തിയാൽ ഈ രണ്ട് നേതാക്കളുടെയും പ്രതിച്ഛായയെ വല്ലാതെ ഈ തീരുമാനങ്ങൾ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നതായിരിക്കും കോൺഗ്രസിന് മുമ്പിലുള്ള ഏറ്റവും സ്വാഭാവികമായ ചോയ്സ് എന്ന അഭിപ്രായത്തിലേക്കാണ് നമുക്ക് ഈ ഘട്ടത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്നത്. അങ്ങനെ വി ഡി സതീശൻ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോഴും കെ സി വേണുഗോപാലിൻ്റെയോ രമേശ് ചെന്നിത്തലയുടെയോ പ്രസക്തിയോ പ്രാധാന്യമോ കോൺഗ്രസ് രാഷ്ട്രീയത്തിലോ UDF സർക്കാരിലോ നഷ്ടപ്പെടുകയില്ല എന്ന വസ്തുതയും നാം ഓർക്കേണ്ടതുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ പോലും രമേശ് ചെന്നിത്തലയെ പോലൊരു സീനിയർ നേതാവിന് വളരെ സുപ്രധാനമായ ഒരു വകുപ്പ് നൽകി, അതായത് ആഭ്യന്തര ഉൾപ്പെടെയുള്ള വളരെ സുപ്രധാനമായ ഏതെങ്കിലും ഒരു വകുപ്പുകളിലേക്ക് പരിഗണിക്കുവാൻ അദ്ദേഹം നിർബന്ധിതനാകും. അതുപോലെ തന്നെ കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ വലംകൈകളായി അറിയപ്പെടുന്ന നേതാക്കളിൽ ചിലരെങ്കിലും വളരെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ മന്ത്രിസഭയിൽ നിർണായക ശക്തികളായി പ്രവർത്തിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. കോൺഗ്രസ് രാഷ്ട്രീയവും UDF രാഷ്ട്രീയവും അതിനാൽ തന്നെ ഒരു സർക്കസ് പോലെയായിരിക്കും അടുത്ത 5 വർഷക്കാലവും മുന്നോട്ട് പോകുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എങ്കിൽ കൂടിയും ഈ സർക്കസിനിടയിലും കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും കേരളത്തിൻ്റെ വികസനം ഉറപ്പുവരുത്തുവാനും ഇവർക്ക് സാധിച്ചാൽ ഒരു തുടർ ഭരണം പോലും നേടി കേരളത്തിൽ അധികാര തുടർച്ച ഉറപ്പാക്കുവാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും UDFന് മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങൾക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.